ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അർച്ചന തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. തുടർന്ന് ആഭരണങ്ങളെല്ലാം അനൂപിനെ ഏൽപ്പിച്ചിട്ട് അർച്ചന പറയുകയാണ്, പണയം വെച്ചോ വിറ്റോ ആ കടങ്ങളെല്ലാം തന്നെ അനൂപേട്ടൻ ഇന്ന് തന്നെ തീർക്കണം. തുടർന്ന് അർച്ചന പറയുകയാണ്, ഇതൊന്നും ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞിട്ടില്ല. സച്ചിയേട്ടനോട് പണം ചോദിച്ചാ തരും, പക്ഷേ സച്ചിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ കരുതി. മോളെ ഇതൊക്കെ എന്ന് അനൂപ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടൻ ഇതെല്ലാം വിറ്റോ പണയം വെച്ചോ ഏട്ടൻ്റെ മുഴുവൻ കടങ്ങളും തീർക്കണം. നിങ്ങളെല്ലാവരും കടക്കാരായി ഇവിടെ കഴിയുമ്പോൾ എനിക്കവിടെ സമാധാനത്തോടെ കഴിയാൻ സാധിക്കില്ല. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയോട് വന്ന് അനഘ പറയുകയാണ്, സ്നേഹേ ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാ, ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അല്ല എവിടെ പോകുന്നെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് അനഘ ചോദിക്കുന്നു. പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അന്നത്തെ പോലെ കാണാതെ പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. അയ്യോ പിന്നെ അത് കാണാതെ പോയതല്ലല്ലോ, നീ തനിയെ പോയി ഒളിച്ചിരുന്നതല്ലേ. നീ ആരെ കണ്ടോണ്ടാ ഈ ചാടുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അനഘ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, സന്ദീപേട്ടൻ്റെയും ആതിരയുടെയും കാര്യം പറഞ്ഞിട്ട് നിനക്ക് മാത്രമെന്താ ഇങ്ങനെ മനസ്സിലാകാത്തത്? നീ എന്തിനാ ഇത്രയും തരം താഴ്ന്നതെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, തരം താഴ്ന്ന പ്രവൃത്തിയൊക്കെ ഞാനിനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ഈ നാവ് കൊണ്ട് ഞാൻ ഏട്ടത്തിയെന്ന് വിളിപ്പിച്ചിരിക്കും, നീ കണ്ടോ. സന്ദീപിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, അതിൻ്റെ ഇടയ്ക്കെങ്ങാനും വന്നാലുണ്ടല്ലോ. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവന്തികേട്ടത്തെയും എന്ത് കണ്ടിട്ടാ ഇങ്ങനെ നടക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അനഘെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നീ ആദ്യം മനസ്സിലാക്ക്, എന്നിട്ട് അവന്തികേട്ടത്തെയും കൂടി നീ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഇനിയും അർച്ചനേട്ടത്തിയോട് മത്സരിച്ച് തോൽക്കണ്ട നീ തന്നെ നിന്റെ ചേച്ചിയോട് പറഞ്ഞേക്ക്. എല്ലാവരും കൂടി മത്സരിച്ച് ഈ വീടിൻ്റെയും എൻ്റെ ഏട്ടത്തിൻ്റെയും സമാധാനം കളയരുതെന്ന് ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അത്രയും പറഞ്ഞ് സ്നേഹ തിരിയുമ്പോൾ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അവന്തികയാണ്. തുടർന്ന് അവന്തിക വന്നിട്ട് പറയുകയാണ്, നിന്റെ അർച്ചന പറയുന്ന എല്ലാ കാര്യവും വന്ന് ഇവിടെ പറയാൻ നിൽക്കണ്ട നീ. ഞാൻ പറയും, അർച്ചനേട്ടത്തിയും എൻ്റെ ഏട്ടത്തി തന്നെയാണെന്ന് സ്നേഹ പറയുമ്പോൾ സ്നേഹയുടെ കഴുത്തിന് പിടിക്കുകയാണ് അവന്തിക. ഇനിയും കൂടുതലായിട്ട് എൻ്റെ മുമ്പിൽ കിടന്ന് അവളുടെ കാര്യം പറയാൻ തുടങ്ങിയാലേ ഈ കിളുന്ന പ്രായത്തിൽ തന്നെ നിന്നെ ഞാനങ്ങ് കൊന്നു കളയും. തുടർന്ന് അനഘയോട് പറയുകയാണ്, ഇനിയും ഇവള് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലേ മുടിക്കുത്തി പിടിച്ചിട്ട് ഭിത്തിയിലോട്ടങ്ങ് ആഞ്ഞിടിപ്പിച്ചേക്കണം. അത്രയും പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ അവന്തികയെ പേടിയോടെ നോക്കുകയാണ് സ്നേഹ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അർച്ചനയുടെ ആഭരണങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അനൂപിനോട് മാഷ് പറയുകയാണ്, മോനെ നീ ഇത് പണയം വെച്ചാൽ മതി, വിൽക്കണ്ട. തികഞ്ഞില്ലെങ്കിൽ ആതിരയുടെയും കമലയുടെയും കഴുത്തി കിടക്കുന്നതെല്ലാം നമുക്ക് വിൽക്കാം. അതേസമയം അങ്ങോട്ടേക്ക് ധനപാലം വരികയാണ്. ധനപാലനെ കണ്ടയുടൻ തന്നെ അനൂപ് പറയുകയാണ്, ചേട്ടാ ഞാൻ ദേ കാശിൻ്റെ ആവശ്യത്തിനായിട്ട് ഇറങ്ങുകയായിരുന്നു. ഇതിൻ്റെ അകത്ത് അനിയത്തിയുടെ ആഭരണങ്ങളാണ് ഉള്ളത്. ഞാനിതുകൊണ്ട് പണയം വെച്ചിട്ട് ചേട്ടന് പൈസ തരാം. ഇത് കേൾക്കുന്ന ധനപാലൻ പറയുകയാണ്, ഞാനിവിടെ പ്രശ്നത്തിനൊന്നും വന്നതല്ല. തുടർന്ന് അർച്ചനയോട് ചോദിക്കുകയാണ്, മേഡമാണോ നെല്ലിശ്ശേരിയിലെ? അതെ എന്ന് അർച്ചന പറയുമ്പോൾ ധനപാലൻ പറയുകയാണ്, മേഡം ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു എൻ്റെ കാശ് എനിക്കുടൻ തന്നെ കിട്ടുമെന്ന്. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ പറയുകയാണ്. ഇന്നലെ ഞാൻ വാവിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഏട്ടൻ വാങ്ങിയ കാശ് തിരിച്ചു തന്നാ പ്രശ്നം തീരും എന്ന് കരുതി നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്കൊന്നും അത് പരിഹാരമാവുകയില്ല. എന്താണെങ്കിലും ഇന്നലെ ധനപാലൻ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്നും എൻ്റെ മകനെന്നല്ല ആരോടും ധനപാലൻ അങ്ങനെയൊന്നും പറയരുതെന്നും മാഷ് പറയുകയാണ്. എന്താണെങ്കിലും ഇന്നത്തോടെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകുമല്ലോ. ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ പണവുമായിട്ട് വരാമെന്ന് അനൂപ് പറയുന്നു. അയ്യോ എനിക്ക് കാശ് വേണ്ട, കാശ് വാങ്ങാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അനൂപേട്ടൻ ചെല്ലാൻ നോക്ക്, ഇന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കാശ് മടക്കി കൊടുക്കണമെന്ന് അർച്ചന പറയുന്നു. നിങ്ങളെല്ലാവരും കൂടി ഞാൻ പറയുന്നത് കൂടി ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് കിട്ടാനുള്ള മുതലും പലിശയുമെല്ലാം എനിക്ക് കിട്ടി. കാര്യവും പറഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ട് പോകാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന അനൂപ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പണം തന്നെന്നോ? ആര്? പിന്നീട് കാണിക്കുന്നത് ധനപാലൻ നടന്ന കാര്യങ്ങൾ പറയുന്നതാണ്. സച്ചി ധനപാലന് മുതലും പലിശയും ചേർത്ത് പണം മുഴുവൻ കൊടുത്തിരുന്നു. തുടർന്ന് അവിടെ ചെന്നുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ കാര്യം ധനപാലൻ സച്ചിയോട് പറയുമ്പോൾ സച്ചി ധനപാലന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ താൻ ആ വീട്ടിലേക്ക് ചെന്ന് ഇന്നലെ കാണിച്ചതിന് എല്ലാവരോടും മാപ്പ് പറയണം. പിന്നെ ഈ പണം തന്നതാണെന്ന് ആരും അറിയാൻ പാടില്ല. ഇനിയും പണത്തിന്റെ പേരിൽ ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചാൽ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അകത്താക്കുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അനൂപ് ചോദിക്കുകയാണ് ധനപാലനോട്, അല്ല പണം തന്നത് ആരാണെന്ന് പറഞ്ഞില്ല? അതൊന്നും പറയരുതെന്നാ അവര് പറഞ്ഞത്. പിന്നെ ഇനി എത്ര പണം വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് പണം തരാം. പിന്നെ അനൂപ് എഴുതി ഒപ്പിട്ട പേപ്പറുകളും ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞ് ധനപാലൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് മീര പറയുകയാണ്, എന്നാലും ആരായിരിക്കും നമുക്ക് ഇത്രയും പണം തന്ന് സഹായിച്ചത്? ഇനി എൻ്റെ വീട്ടുകാരെങ്കിലും ആയിരിക്കുമോ? എന്താണെങ്കിലും തൽക്കാലം നമുക്കൊരു ആശ്വാസമായില്ലേ. ഈശ്വരനായിട്ട് അയച്ച ആരെങ്കിലും ആയിരിക്കും അതെന്ന് മാഷ് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. നൽകിയത് ആരായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അനൂപിന്റെ അടുത്തേക്ക് വന്ന് മീര പറയുകയാണ്,
പണം കൊടുത്തത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റാരുമല്ല, അവന്തിക തന്നെയാ. ഇത് കേൾക്കുന്ന അനൂപ് ഒരു ഞെട്ടലോടെ മീരയെ നോക്കുകയാണ്. അതേസമയം ഇതൊക്കെ കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.